നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം കൗതുകത്തോടെ കാണുന്ന ചില കാഴ്ചകൾ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നു. പിണറായി വിജയൻ ഭഗവത്ഗീത ചൊല്ലുന്നു. ആത്മീയ കച്ചവടമെന്നും ആൾ ദൈവമെന്നും CPM കളിയാക്കിയ അമൃതാനന്ദമയ്യെ മന്ത്രി സജി ചെറിയാൻ ഹാരമണിയിക്കുന്നു. അനുഗ്രഹം തേടുന്നു. വിശ്വാസിയെന്ന് തെളിയിക്കാൻ മത്സരത്തോട് മത്സരം. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് ആത്മീയവാദത്തിലേക്കുള്ള ചുവടുമാറ്റം. എല്ലാം 2026 മൂന്നാം ഭരണം ലക്ഷ്യമിട്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ നവോത്ഥാന കേരളം എന്ന മുദ്രാവാക്യം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവകേരളമായി രൂപാന്തരപ്പെടുമ്പോൾ മല ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ സംതൃപ്തിയിലാണ് എന്റെ ഭക്തി കുടികൊള്ളുന്നതെന്ന് അവകാശപ്പെടുന്ന വാസവൻ മന്ത്രിയും ആൾ ദൈവങ്ങൾ അങ്ങ് ഉത്തരേന്ത്യയിൽ മതി, കേരളത്തിൽ വേണ്ടെന്ന് പറഞ്ഞ കോടിയേരിയെ മറന്ന സജി ചെറിയാനും ഒക്കെ ചേർന്ന് നടത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളിക്ക് അവസരവാദമെന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാകും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഡോക്ടർ B ജയരാജ് എന്നിവർ ചേരുകയാണ്. ഇന്നലെയാണ് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന സർക്കാരിന്റെ ആദരം എന്ന നിലയ്ക്ക് മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചതും അവർക്ക് ആദരം നൽകിയതും. ഈ ദൃശ്യങ്ങളാണ് ഇത്, വള്ളിക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. നേരത്തെ CPM മാതാ അമൃതാനന്ദമയ്യെ പലതവണ പരിഹസിച്ചിരുന്നതാണ്. കേസുകൾ പോലും ഉണ്ടായിരുന്നതാണ് ആശ്രമത്തിനെതിരെ. അതുപോലെ തന്നെ ആത്മീയ കച്ചവടം നടത്തുന്നു, ഭക്തിയുടെ കച്ചവടം നടത്തുന്നു തുടങ്ങി പല പ്രയോഗങ്ങൾ കൊണ്ട് അമൃതാനന്ദമയ്ക്കെതിരെ പരിഹാസങ്ങൾ ചൊരിഞ്ഞവരാണ് CPM. ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ അവരെ ആദരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇതിൽ CPM-നെതിരെ പരിഹാസം ചൊരിയുന്നവരുണ്ട്. ഇതിനെ അവസരവാദം എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാകും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ. അതോടൊപ്പം തന്നെ ഇടത് സൈബർ ഹാൻഡിലുകളിൽ പോലും CPM-നെ അനുകൂലിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ സജി ചെറിയാൻ ഇങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുകയാണ്. അതായത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്നുള്ള ചുവടുമാറ്റം അത് 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ്, ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ളതാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ CPM-നെതിരെ വരുന്ന ഒരു സമയം കൂടിയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യെ കണ്ടതും അവർക്ക് ഉമ്മ കൊടുത്തതുമൊക്കെ താൻ കണ്ടിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇതേക്കുറിച്ചുണ്ട്. പക്ഷേ സജി ചെറിയാൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്, അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഒരു അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്നും എഴുതി ഫേസ്ബുക്ക് മുതലാളിമാരുടെ എഴുതിക്കൊണ്ടിരിക്കുക. സഹിച്ചറിയാൻ എന്തിനോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി. ശരി, ഇത് ദൈവമായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ദൈവം എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താ, ഗവൺമെന്റ് മുമ്പിലുള്ള വിഷയം എന്താ? അവര് 25 വർഷം മുമ്പ് കേരളത്തിന്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രസംഗിച്ചു. അതിനെ അംഗീകരിക്കണം. അതാണ് ഗവൺമെന്റ്. ഞങ്ങളാരും അമൃതാനന്ദമയ്യുടെ ഓഫീസ് അവിടെ പോയി ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല. ബാക്കിയുള്ളവർക്കും പറ്റും. അത് മനസ്സിൽ വെച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങളാരും അവിടെ ഡിവോട്ട് ചെയ്യാൻ വേണ്ടി പോയല്ല. ഞങ്ങൾ അവിടെ പോയി അവരെ ബഹുമാനിച്ചു, അവരെ ആദരിച്ചു. സാധാരണ അവരുടെ ഡിവോട്ടീസ് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവർക്കും അവിടെ ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ ആളുകളും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെല്ലാവരും ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിച്ചു വരും. ഒരു അമ്മയുടെ സ്നേഹം അവർ കൊടുക്കുന്നത് കരുതല. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല. ഇതാണ് സജി ചെറിയാന്റെ വാക്കുകൾ. ശ്രീ ഷാബു പ്രസാദ്, സജി ചെറിയാൻ ആരെയൊക്കെയാണ് മറന്നത്? ഇപ്പോൾ സജി ചെറിയാൻ പറയുന്ന കാര്യങ്ങൾ മുൻപ് മാതാ അമൃതാനന്ദമയ്യുടെ ഭക്തർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവരെ വിശ്വസിച്ചിരുന്ന അവരിൽ വിശ്വാസമുള്ളവർ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ വള്ളിക്കാവിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അമൃതാനന്ദമയി എവിടെയാണോ അവിടെ വരുന്നു, അനുഗ്രഹം തേടുന്നു, ഇതൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നു. അതേ കാര്യങ്ങളാണല്ലോ. പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? മുമ്പ് അമൃതാനന്ദമയ്ക്കെതിരെ എന്തെല്ലാം പരിഹാസങ്ങൾ ചൊരിഞ്ഞവരാണ് ഇവർ. ഇപ്പോൾ എന്താണ് ഇതിനെ വിളിക്കാൻ കഴിയുക? ഇപ്പോൾ ഒരു മാതാ അമൃതാനന്ദമയ്ക്ക് ഉമ്മ കൊടുത്തു എന്നതല്ലല്ലോ, അതിലേക്ക് അദ്ദേഹം ഇത് ചുരുക്കാൻ പോവുകയാണ്. അതിനാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, സൈബർ ഹാൻഡിലുകളിൽ അതെല്ലാം കാണുന്നു എന്ന് പറയുന്നത്. അതല്ലല്ലോ വിഷയം. ഇത് അവസരവാദപരമായ നിലപാടെടുക്കുന്നു, അത് ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണല്ലോ. അതാണല്ലോ യാഥാർത്ഥ്യം. അതിൽ നിന്ന് തെന്നിമാറുന്ന സമീപനമല്ലേ ഇപ്പോൾ സജി ചെറിയാൻ ഈ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്?
എന്റെ മഞ്ജുഷേ, ഈ എന്താണ് അവസരവാദം, ഈ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുക. അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവും ഇല്ല, ഒരു അത്ഭുതവും അതിൻ്റെ അകത്തില്ല. ഇപ്പൊ നോക്കൂ, ഇവിടെ നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് എന്തിനായിരുന്നു? സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പ്. ഇപ്പൊ ഈ വർഷം തോറും നടക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിൽ തെറി വിളിക്കുന്ന മുഴുവനും നരേന്ദ്രമോദിയും BJP. കാര്യം ഇത് പറഞ്ഞ ഇവരാർക്കെതിരെയാണോ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത്, ആരെ കൊല്ലാനാണോ ഇവർ ഏറ്റവും കൂടുതൽ ഓടി നടന്നത്, ആ MV രാഘവന്റെ മകൻ ഇപ്പൊ CPM-ന്റെ കൂടെയാണ്, CPM-ന്റെ ആളാണ്. ഇങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ, എത്രയോ ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ഇക്കാര്യത്തില് നമ്മൾ വെറുതെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ മാതിരി സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ CPM-നെ പരിഹസിക്കുന്നതിൻ്റെ അകത്തൊന്നും അവർക്കതൊന്നും ഒരു വിഷയമല്ല. അത്ര മാത്രം കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കെട്ടിയുള്ള വർഗമാണിത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർ അദ്വിതീയരാണ്. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി ഇവിടെ പമ്പയിൽ, ഇവിടെ ഭയങ്കര ട്രോളുകളും ബഹളങ്ങളും ഒക്കെയാണ്. അതിന് ആളില്ലായിരുന്നു, അത് പരാജയപ്പെട്ടു, ഒന്നുമല്ല. ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് അവിടെ നടന്നിട്ടുണ്ടെന്ന്. അതായത് NSS-നെ SNDP-യുടെ ആൾക്കാരെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത്, അവരുടെ നേതാക്കന്മാർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ആ സമുദായങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവരുടെ ശ്രമത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ട്രോളിനപ്പുറമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ ഇപ്പത്തെ ഈ സജി ചെറിയാനെ കിടന്ന് പരിഹസിച്ചിട്ടും ട്രോളിയിട്ടും ഇതൊന്നും അവരെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്തിന്റെ മുമ്പിൽ, ക്യാമറകളുടെ കൺമുമ്പിൽ നിയമസഭ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങളത് ചെയ്തിട്ടേ ഇല്ലേ, ഞങ്ങളത് നിരപരാധികളാണ് എന്ന് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഇവറ്റകളോട് എന്ത് പറയാനാണെന്ന്. ഇത് തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളത്. അല്ല, ഇപ്പോൾ ഈ മാതാ അമൃതാനന്ദമയിയുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സജി ചെറിയാൻ്റെ ഒരു വിശദീകരണം താങ്കൾ കേട്ടുവല്ലോ. മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകളെ, അവരുടെ ഭാഷയെയാണ് ഞങ്ങൾ ആദരിച്ചത്, ആ സംസ്കാരത്തെയാണ് ആദരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നുവല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യവും. ഐക്യരാഷ്ട്രസഭയിൽ മാതാ അമൃതാനന്ദമയി സംസാരിച്ചതിൻ്റെ വാർഷികം, അതിൽ ഒരു ആദരവ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഇത് തന്നെയാണ്, അവരുടെ ഭാഷയെ, അതായത് കേരളത്തിൻ്റെ വാക്കുകളെ അവിടെ ഉന്നയിച്ച് അങ്ങനെ ഒരു ആഗോള ഖ്യാതി നേടിയതിൻ്റെ ഒരാദരവ്, അതിൻ്റെ വാർഷികത്തിൽ ഒരാദരവ് നൽകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഈ അനുഗ്രഹം തേടാൻ പോയി ഞങ്ങളുടെ നിലപാടുകൾ മാറ്റി എന്നൊന്നും പറയരുത് എന്നാണ് സജി ചെറിയാൻ്റെ വാക്കുകൾ. എൻ്റെ മഞ്ജുഷേ, ഈ ലോകത്ത് നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കാവുന്നതും ഈ പറയാതെ പറയാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവറ്റകൾ എന്തായിരുന്നു അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്? കടപ്പുറം സുധാമണി, ഇതായിരുന്നല്ലോ ഈ വൃത്തികെട്ട വർഗം അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഇന്നും P. ജയരാജന്റെ മകൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, സുധാമണി. ഇവരുടെ മനസ്സിലെ പുഴുത്തു നാറിയ ജാതി ചിന്ത എങ്ങനെയെല്ലാം അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ അത് ഓരോ സമയത്ത് പറഞ്ഞു. കടപ്പുറം സുധാമണി എന്നായിരുന്നു ഈ നാശം പിടിച്ച വൃത്തികെട്ട അലവലാതി വർഗം അമ്മയെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ചെന്ന് ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആരെന്ത് തെറി വിളിക്കുന്നു, ആരെന്ത് തന്തയ്ക്ക് വിളിക്കുന്നു, ഇതൊന്നുമില്ല. ആ ലോകത്തിനെ മുഴുവനും തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും ഒരേപോലെ ഒരേ സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന അത് വേറൊരു ഡയമെൻഷനാണ്, വേറൊരു തലമാണ്. അതൊന്നും ഇവറ്റകൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ളതാണ്. അമ്മയുടെ കാര്യം വിട്. പക്ഷേ ഇവറ്റകളുടെ കാര്യം ഇങ്ങനെയാണ്, ഈ വർഗത്തിന്റെ കാര്യം ഇങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്,
ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കോൺഗ്രസ് ഇപ്പം വസന്ത തെങ്ങമ്പള്ളിക്കൊക്കെ ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും. പക്ഷെ ഉള്ള കാര്യം പറയുകയാണ്, നിങ്ങളൊന്നും അവരെ അക്കാര്യത്തിൽ അവരുടെ 7 അയലത്ത് വരില്ല. എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കണം, എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറണം, അതിനു വേണ്ട പൊടിക്കൈകൾ എന്തൊക്കെയാണ്, ഇത് നന്നായിട്ട് ഇവർക്കറിയാം. ശരി, ഡോക്ടർ ബി ജയരാജ്, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് ആത്മീയവാദത്തിലേക്കുള്ള പോക്കാണിത്. അത് മാത്രമല്ല, അവിടെയൊക്കെ കുറേയേറെ വിശദീകരണങ്ങൾ വരും. മതനിരാസമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഏത് കാര്യം എടുത്താലും നിങ്ങൾക്കതിൽ വിശദീകരണമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ക്യാപ്സ്യൂളുകൾ വരും. ഇവിടെ മാതാ അമൃതാനന്ദമയിയെ CPM എത്രമാത്രം അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. അത് അവരുടെ വിശ്വാസികൾക്കറിയാം. എല്ലാവരും അമ്മയുടെ വിശ്വാസികൾ ആകണമെന്നില്ല. പക്ഷേ അതെല്ലാം വിഴുങ്ങിക്കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ മതി, കേരളത്തിൽ അത് ചെലവാവുകയില്ല എന്ന് പറഞ്ഞത് പാർട്ടിയുടെ സമാരാധനായ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പറഞ്ഞതുകൊണ്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സാർ VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് പറഞ്ഞത് ഇത് കണക്കുള്ള തീരദേശ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന, വളർന്നു വലുതായ, സ്വന്തം കഴിവിന്റെ പേരിൽ വളർന്നു വലുതായ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹനീയ വനിതയാണ് അമൃതാനന്ദമയി ദേവി എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ വാക്കുകളെ എടുത്ത് കാട്ടിൽ കളഞ്ഞു. ആ വാക്കുകളെ പാർട്ടി എടുത്ത് കാട്ടിൽ കളഞ്ഞു. VS മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. VS അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. VS പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിന് പാർട്ടി അംഗീകാരം കൊടുത്തിട്ടില്ല. കോടിയേരി എന്താണ് പറഞ്ഞത്, പിണറായി എന്താണ് പറഞ്ഞത്, MP ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വരൂ. ഞാൻ പറയട്ടെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 25ാം വാർഷികമാണ്, രജത ജൂബിലി ആഘോഷം. എന്തിന്റെയാണ്? അമൃതാനന്ദമയി UN പോയി, UN അസംബ്ലി, ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ, അതിന്റെ പേരിൽ കേരള സർക്കാർ ഒരു ആദരം നൽകുന്നു. അത് സജി ചെറിയാൻ എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്ക് വെച്ച് സജി ചെറിയാൻ കുറച്ച് നാള് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു നിന്നല്ലോ. അന്നേരം സജി ചെറിയാൻ എവിടെയാണ് പോയത്? സജി ചെറിയാൻ സ്വന്തമായിട്ട് കരുണ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. ആ ചാരിറ്റബിൾ സൊസൈറ്റിയും ആ ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സൊസൈറ്റിയിലും ഇതുപോലെയുള്ള ആതുര സേവനം ഇത്ര വലുതല്ലെങ്കിലും അദ്ദേഹത്തിന് ആവുന്ന രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ആതുര സേവനം നടത്തുകയും മറ്റു പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന അദ്ദേഹം സ്വന്തമായി കൊണ്ടു നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ സജി ചെറിയാന് മാതാ അമൃതാനന്ദമയോട് ചിലപ്പം ഒരു പേഴ്സണലി വ്യക്തിപരമായിട്ട്, ഇപ്പൊ സജി ചെറിയാന്റെ ഓഫീസിൽ പോകുന്ന ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ഒരാൾക്കറിയാം എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അന്യരോട് പോലും അദ്ദേഹം സഹകരിക്കുന്നതും ഇടപെടുന്നതും ആ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയപ്പെട്ട ആളായിക്കോട്ടെ സജി ചെറിയാന്റെ ഓഫീസിൽ പോകണം. കുറച്ചുകൂടെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരാളാണ്, കുറച്ചുകൂടെ പേഴ്സണൽ കോണ്ടാക്ട്സുകൾ വെക്കുന്ന ഒരാളാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രി. ആ സജി ചെറിയാൻ മന്ത്രി അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ്. അതുകൊണ്ട് കടപ്പുറത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീ, നേരത്തെ VS എന്ന് പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീ, അവരെത്ര ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്, എത്ര ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ദേശത്തും വിദേശത്തുമായി അനേകായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന കുറ്റം പറഞ്ഞിരുന്നു. അന്ന് കേസുകൾ പോലും വന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, ആശ്രമത്തിൽ നടക്കുന്നത് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വലിയ വിശദമായ ചർച്ചകൾ സംഘടിപ്പിച്ചതാണ് പാർട്ടി ചാനൽ. ഇന്റർവ്യൂ പുറത്തു വന്നതാണ്. ആളുകൾക്കൊരു ധാരണയുണ്ട്, ഇടതുപക്ഷക്കാരെല്ലാം അങ്ങ് യുക്തി അമേരിക്കയിലല്ല ഇംഗ്ലണ്ടിലാണ് പോയത്. അത് ഗെയിൽ ട്രേഡേഴ്സിന്റെ ബുക്കിനെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു പ്രത്യേകത അമൃതാനന്ദമയെ കുറിച്ചുള്ള, അമൃതാനന്ദമയിലെ ആശ്രമത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് അല്ലാതെ അമൃതാനന്ദമയെ അപമാനിക്കാനല്ല. ഞാൻ പറയട്ടെ ഇത് ശ്യാമപ്രസാദ് ജയരാജന്റെ മകൻ ഇന്നിട്ട പോസ്റ്റാണ്. വസന്ത് തെങ്ങുംപള്ളി, താങ്കളുടെ അവസരം കിട്ടുമ്പോൾ താങ്കൾ സംസാരിച്ചോളൂ. താങ്കൾ സംസാരിക്കുന്ന സമയത്ത് താങ്കൾ സംസാരിച്ചോളൂ. എന്റെ അവസരത്തിൽ കയറി ഇടപെടുന്ന എന്തിനാ? താങ്കളൊരു ജനാധിപത്യ മര്യാദ കാണിച്ച് ഇത്രയും നേരം എന്താണ് ഈ പുലയാട്ട് നടത്തിക്കൊണ്ടിരുന്നല്ലേ ഷാബു പ്രസാദ്?
ഷാബു പ്രസാദ് എന്തെല്ലാം വൃത്തിയുടെ ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഷാബു പ്രസാദ് മങ്ങാട്ടച്ചൻ പറഞ്ഞ ഭാഷ, മങ്ങാട്ടച്ചനോ മൂപ്പിൽ നായർ പറഞ്ഞ ഭാഷ ഉപയോഗിക്കേണ്ടി വരുമോ? അത് ഞാൻ എന്റെ മര്യാദ കൊണ്ടാണ് ആ ഭാഷ ഞാൻ ഉപയോഗിക്കാത്തത്. അയാൾ ഉപയോഗിച്ച ഭാഷ ഈ ഷാബു പ്രസാദ് എന്ന് പറയുന്ന വർഗീയവാദി എന്ന് തന്നെ ഞാൻ പറയും. ആ വർഗീയവാദി ഉപയോഗിച്ച ഭാഷ, തീർച്ചയായിട്ടും ആ ഉപയോഗിച്ച ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയാൻ ഇത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. താങ്കൾക്കൊന്ന് പറയുന്ന കേക്ക്. ഇതിനിടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ എങ്കിൽ ഒരു കാര്യം, നിങ്ങളൊക്കെ സംസാരിക്കും. ഇയാളുടെ വാക്ക് ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ പറയാം. ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? ഇയാളുടെ വാക്ക് ഞാൻ കുറെ നേരം കേട്ടോണ്ടിരുന്നല്ലേ? മര്യാദക്ക് മുഴുവൻ കേട്ടോണ്ടിരുന്നല്ലോ. എന്റെ അവസരത്തിൽ താങ്കൾ എന്തിനാണ് എന്റെ അവസരത്തിൽ? ജയരാജ് അല്ലല്ല, അടിസ്ഥാനമില്ലാത്ത എന്ത് കാര്യമാണ് ഷാബു പറഞ്ഞത്? ഷാബു പറഞ്ഞതിനെ താങ്കൾക്ക് ഓരോ വാചകങ്ങൾ എടുത്തു വെച്ച് ഖണ്ഡിക്കാം, പക്ഷെ അതിനെ ഈ രീതിയിൽ വിമർശിക്കരുത്. ജയരാജ് പറയട്ടെ. ജയരാജ്, ഷാബു പറഞ്ഞതിനെ താങ്കൾ വസ്തുതകൾ വെച്ച് ഖണ്ഡിക്കൂ. ഏത് കാര്യത്തിലാണ് അദ്ദേഹം തെറ്റു പറഞ്ഞത്? മാതാ അമൃതാനന്ദമയ്യെ നിങ്ങൾ അധിക്ഷേപിച്ചിട്ടില്ലേ? ആത്മീയ കച്ചവടമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആശ്രമത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതും വർണ്ണിച്ചിട്ടുള്ളതും എന്തൊക്കെയാണ്? പീഡനം നടക്കുന്നു എന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ വിഴുങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് മാതാ അമൃതാനന്ദമയി അവിടെ ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. മലയാള സംസ്കാരത്തിൻ്റെ, കേരളീയ സംസ്കാരത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നൊക്കെയുള്ള വർണ്ണനകൾ നിരത്തി നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് എന്നേ ചോദിച്ചുള്ളൂ. ഇതിനകത്ത് ആരെയും പറ്റിക്കണമെന്ന കാര്യമൊന്നുമില്ല. ഇവന്മാർക്കൊക്കെ കുത്തകയായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണോ ശബരിമലയും അമൃതാനന്ദമയുടെ ആശ്രമവും? കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവിടുത്തെ CPM-കാരും ഈ മന്ത്രിസഭയിൽപ്പെട്ട ആളുകൾ സന്ദർശിക്കും. ഏത് സ്ഥലമാണെങ്കിലും സന്ദർശിക്കും. ഇവർക്കാർക്കും കുത്തകയായിട്ട് ഹൈന്ദവീയത എന്ന് പറയുന്ന, ഹൈന്ദവ മതം എന്ന് പറയുന്നത് യുവമാർക്കാർക്കും കുത്തകയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. സംഘപരിവാറിന് കയറി വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടി തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാര് ജാതിമത വർഗീയത ഇവിടെ വളർത്തും. സംഘപരിവാറിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് സംഘപരിവാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന വസന്ത് തെങ്ങുംപള്ളി. ആ നിലപാടിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ ക്ഷേത്രഭരണത്തിൽ സംഘപരിവാറിന്റെ കുത്തക തകർക്കുന്നതിന് വേണ്ടി പാർട്ടിക്കാർ കടന്നു ചെല്ലണം എന്ന് സന്ദേശം നൽകിയത് പാർട്ടി തന്നെയാണ്. അത് പ്രകാരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടാകുന്നില്ലേ എന്നാണ്. അല്ല, അതിനുത്തരം പറയാം. അതിനു മുമ്പ് ഞാനല്ല ആദ്യം ഇടപെട്ടത്. അങ്ങയുടെ സംസാരത്തിനിടയിൽ ഇടപെട്ടത് സഹപാനലിസ്റ്റ് ഷാബു പ്രസാദാണ്. പക്ഷെ അപ്പോൾ അങ്ങ് പറഞ്ഞത് പുലയാട്ട് എന്നാണ്. എന്താണ് പുലയാട്ടിന് ഇത്ര കുഴപ്പം? ജയരാജ്, നിങ്ങൾ വലിയ ജാതി സമത്വത്തെ പറ്റി സംസാരിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുലയാട്ടിനോട് ഇത്ര അറപ്പ് തോന്നിയത്? അതുകൊണ്ട് ഭാഷ തന്നെയാണ് ഉപയോഗിച്ചത്. പുലഭ്യം പറയുന്നതെന്ന് പറയത്തില്ലേ? എന്തുകൊണ്ട് പുലഭ്യം എന്ന് പറയുന്നില്ല? പുലം നിലവെന്നുള്ള അർത്ഥം, നിലവെന്നാണ് അർത്ഥം. അതിലേക്ക് വരണ്ട. അല്ല, വസന്ത് വിഷയത്തിലേക്ക് വരൂ. വ്യാഖ്യാനിക്കണം, അത് വിഷയത്തിലേക്ക് വരാൻ പറ. വെറുതെ കയറി പിടിക്കാതെ. പുലഭ്യം എന്ന് തന്നെ പറയുന്നത് അസഭ്യം. ബാക്കി അതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ്. രണ്ട്, ശ്രീ മഞ്ജുഷ്, അങ്ങ് ഈ നമ്മുടെ ഗൂഗിൾ എടുത്തിട്ട് പിണറായി വിജയൻ എഗിനസ്റ്റ് എന്നിട്ട് അടിച്ചാൽ ആദ്യം അമേരിക്ക കാണും. അമേരിക്കക്കെതിരെ എന്തിനാണ് ഇവർ സമരം നടത്തിയതെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ അമൃതാനന്ദമയാണ്. ഇനി അതേ CPM എഗിനസ്റ്റ് അടിച്ചാൽ ആദ്യം മെട്രോ കാണും, രണ്ടാമത് മാതാ അമൃതാനന്ദമയി എന്ന് കാണും. അതായത് ഇവർ ഇപ്പോൾ പറയുന്നത് പ്രകാരം 25 വർഷം മുമ്പ് അമ്മ മാതാ അമൃതാനന്ദമയി UN പൊതുസഭയിൽ പോയി പ്രസംഗിച്ചു. അഖില മതസമ്മേളനത്തിന്റെ ഭാഗമായി അവർ സംസാരിച്ചു എന്നത് എന്നെയും മഞ്ജുഷും അടക്കമുള്ള എല്ലാ മലയാളികളുടെയും അഭിമാനത്തിന്റെ വിഷയമാണ്. പക്ഷേ ആ 25 വർഷങ്ങളുടെ ആദ്യം, അതായത് 2000-ൽ AK ആന്റണി മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചപ്പോൾ എന്തായിരുന്നു CPM-ന്റെ അടിസ്ഥാനപരമായ നിലപാട്? ആന്റണി ഇതാ മതങ്ങളിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ആന്റണിയെ നിങ്ങൾ കടന്നാക്രമിച്ചു. അതിനുശേഷം TK ഹംസ 2004-ലാണ് ഈ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന അമ്മ മാതാ അമൃതാനന്ദമയെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു B ഗ്രേഡ് ആക്ട്രസുമായി ഉപമിച്ചത്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞല്ലോ VS അച്യുതാനന്ദൻ
മാതാമൃതാനന്ദമയി അങ്ങ് പുകഴ്ത്തിയെന്ന്. ആ പുകഴ്ത്തലിന് മറുപടിയായാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ആൾ ദൈവങ്ങളുടെ കളി അത് നോർത്ത് ഇന്ത്യയിൽ മതി, കേരളത്തിൽ വേണ്ട. അത് VS കൂടിയുള്ള മറുപടിയായിരുന്നു. അത് 2006-ലോ 2007-ലോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് എന്നെ തിരുത്താം. നോക്കൂ, ഇവർ എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ആരുടെ തിണ്ണ നിരങ്ങാനും ആരുടെ അടുക്കളപ്പുറം തിരങ്ങാനും അവിടുത്തെ ഏത് എച്ചിൽ പാത്രം നക്കി വടിക്കാനും മടിയില്ലാത്ത കൂട്ടരാണ് എന്ന് കേരളത്തിന്റെ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുധാമണി സുഹൃത ജന്മമായി മാറിയത് വലിയ പ്രത്യേകത. വസന്ത് തെങ്ങുംപള്ളി PFI കൂടെ ചേർത്ത് പറ, SDPI ചേർത്ത് പറ. കേൾക്കുന്നേ, മദനിയുടെ ഒപ്പം വേദി പങ്കിട്ടത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? എന്താ ചരിത്രം അറിയില്ലേ പ്രിയപ്പെട്ട ജയരാജ്? സുധാമണിയെ നിങ്ങൾ സുഹൃതമണി എന്ന് വിളിക്കുമ്പോ, സുഹൃത ജന്മം എന്ന് വിളിക്കുമ്പോ, ഇന്ന് P ജയരാജന്റെ മകൻ, നിങ്ങളുടെ സൈബർ പോരാളി, നിങ്ങളുടെ സൈബർ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അയാൾ പറഞ്ഞു കൂടുതൽ ഡെക്ലറേഷൻ ഒന്നും വേണ്ട, സുധാമണി എന്ന് വിളിച്ചാൽ മതിയെന്ന്. നിങ്ങൾ നാളെ ജയിൻ രാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? P ജയരാജിനെതിരെ നിങ്ങൾ അച്ചടക്കത്തിന്റെ വാളോങ്ങുമോ? ധൈര്യമുണ്ടോ? ഇതാണ് പാർട്ടി ലൈൻ ഇന്ന് തൊട്ട്. അതുകൊണ്ട് ഇനി കമാനക്ഷരം മിണ്ടണ്ട എന്ന് ജയൻ രാജിനോട് പറയാനുള്ള തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. പാർട്ടി ലൈനാണ്, ഒരു ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ വസന്തേ? കമ്മ്യൂണിസ്റ്റ് സർക്കാർ CPM അല്ല, അത് അതിനെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ CPM നിലപാടല്ല നടപ്പിലാക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലല്ല, LDFന്റെ നയമല്ല നടപ്പിലാക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? ഇതും ആരെ പറ്റിക്കാനാണ്? അങ്ങനെയല്ല, ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ ജനകീയ മന്ത്രിയാണ്, ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നാലും ജനകീയ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജയരാജ്, സാധാരണ ഈ ക്യാപ്സ്യൂൾ കമ്മികളെ പോലെ അങ്ങ് ഇടപെടരുത് ഒരു ചർച്ചയിൽ. ഞാൻ അങ്ങനെയല്ല കാണുന്നു. നോക്കൂ, എന്താണ് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം? നിങ്ങളുടെ പാർട്ടിയും സർക്കാരും താങ്കൾ ഇടപെട്ടത് ആണോ അല്ലയോ? പാർട്ടിയും സർക്കാരിനെയും രണ്ടായി കാണണമെന്നാണോ നിങ്ങളുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിങ്ങൾ മാർഗരേഖകൾ പുറത്തിറക്കുന്നത്, രാഷ്ട്രീയ നയരേഖ പുറത്തിറക്കുന്നത്? ആയതുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് LP ലീഡറിനെ, അതായത് ലെജിസ്ലേറ്റീവ് പാർലമെന്ററി പാർട്ടി ലീഡറിനേക്കാൾ പവർഫുൾ ആണ് എന്ന് എല്ലാ കാലത്തും നിങ്ങളുടെ നയരേഖകൾ പറഞ്ഞിട്ടില്ലേ? ഇതൊന്നും വായിച്ചു നോക്കാതെയാണോ അങ്ങ് ഇടത് സൈദ്ധാന്തികനായി മാറുന്നത്? അപ്പോ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ നയം മാറ്റുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നുമില്ല ശ്രീ ജയരാജ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ എടുത്ത നിലപാടിലേക്ക് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ബസ് കയറി നിങ്ങൾ വന്നല്ലോ. നിങ്ങൾക്ക് മറ്റേ ഫിലമെന്റ് ബൾബ് കത്തുന്നത് പോലെയാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. കമ്പ്യൂട്ടർ ഇവിടെ വന്ന് നാട് മുഴുവൻ കമ്പ്യൂട്ടറായി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരം നിർത്തിയത്. അതുപോലെ AI വന്ന് ഒരുപാട് കാലം കഴിഞ്ഞാണ് നിങ്ങൾ AI പുൽകാൻ തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ബൾബ് കത്തുന്നത് പോലെ ഇപ്പോഴെങ്കിലും ഈ ശബരിമല അടക്കം മാതാ അമൃതാനന്ദമയി അടക്കമുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സ്ഥാനങ്ങളിലേക്ക് അവരെ അംഗീകരിക്കേണ്ടതാണെന്നും അവർ അധിക്ഷേപം കേൾക്കേണ്ടവരല്ലെന്നും നിങ്ങളുടെ അസഭ്യവും നിങ്ങളുടെ വായിൽ തോന്നിയ വൃത്തികേടും കേൾക്കേണ്ടവരല്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ വരുമ്പോ മുമ്പ് പറഞ്ഞതിനെയൊക്കെ നിങ്ങൾ റദ്ദ് ചെയ്യണം. മുമ്പ് പറഞ്ഞതിലൊക്കെ നിങ്ങൾ കേരളത്തിന്റെ പൊതുമനസാക്ഷിയോട് മാപ്പ് പറയാനുള്ള ആർജവം കാണിക്കണം, തന്റെ ഇടം കാണിക്കണം. എന്നിട്ട് വേണം വാഴപ്പിണ്ടി പോലെ നട്ടല് വളയ്ക്കാൻ എന്നത് നിങ്ങളുടെ നേതാക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ ശ്രീ വസന്ത്, അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നിന്ന് ക്ഷണം വന്നതനുസരിച്ചാണ് സംസ്ഥാന മന്ത്രി അവിടെ പോയത് കേട്ടോ. അല്ല, അത് സ്വാഭാവികമാണല്ലോ. അവരുടെ 25ാമത്തെ വാർഷികം, ഒപ്പം 72ാമത്തെ അമ്മ മാതാമൃതാനന്ദമയിയുടെ പിറന്നാൾ അടക്കമുള്ള കാര്യങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പൊ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനത്തെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉണ്ടാകും. സജി ചെറിയാൻ അവിടെ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തെ വിളിക്കും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പും വിളികൾ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇടത് സർക്കാരുകൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവരുടെ നിലപാടുണ്ടായിരുന്നു. TK ഹംസ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേട് പറഞ്ഞപ്പോൾ തിരുത്തിയിട്ടുണ്ടോ ഹംസയെ? തിരുത്തിയിട്ടില്ല. ആന്റണി അവിടെ പോയപ്പോൾ ആന്റണിയെ വേട്ടയാടിയതിൽ ഇവർക്ക് ഇപ്പോൾ പശ്ചാത്താപമുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി ഇവർ പറഞ്ഞു വെക്കണ്ടേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, ശ്രീ ജയരാജ്, അതിനുള്ള മറുപടി. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സജി ചെറിയാൻ ആസ് എ പേഴ്സൺ, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അദ്ദേഹം എന്തിനാണ് അവിടെ പോവുകയും അത് ചെയ്തതും, അവരുടെ ഇൻവിറ്റേഷൻ അനുസരിച്ച് മലയാള ഭാഷയെ UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാനായിട്ട് എത്തിച്ചതിൽ
സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിനിധി. ഒരു പാർട്ടി നിലപാട് പാർട്ടിക്കാർക്ക് മാത്രം ഭരിച്ചാൽ മതിയെന്നേ. ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റാണ്. അത് പാർട്ടി തീരുമാനം അനുസരിച്ച് ഉടനെ പറയാം സെൽഫ് ഭരണമാണെന്ന് പറയത്തില്ലേ? ഇവർ തന്നെ പറയത്തില്ലേ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അനുസരിക്കുന്നത്, സെൽഫ് ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളുടെ ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഒരു സർക്കാരിന്റെ. അതിനോടൊപ്പം തന്നെ നമ്മൾ സോഷ്യലിസത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങളും വഴിവെട്ടുകളും നടത്തുകയും ചെയ്യും. അതിനോടൊപ്പം എല്ലാ ജനങ്ങൾക്കും അംഗീകരിക്കത്തക്ക രീതിയിലുള്ള പൊതുപരിപാടികളും നയപരിപാടികളും അവതരിപ്പിക്കുകയും ചെയ്യും. ഇതിനകത്ത് വ്യതിയാനമൊന്നും വന്നിട്ടില്ല. അമൃതാനന്ദമയി ആൾ ദൈവം എന്നുള്ള രീതിയിൽ ആൾ ദൈവം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ഇതുവരെ എന്റെ ചർച്ചയിൽ അമ്മ അമൃതാനന്ദമയി എന്ന് ഉപയോഗിച്ചില്ല. കാര്യം എന്റെ അഭിപ്രായം വേറൊരു അഭിപ്രായമാണ്. സജി ചെറിയന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല എന്റെ അഭിപ്രായം. എനിക്ക് ഓൾറെഡി അമ്മയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അത് തന്നെയാണ് എന്റെ അമ്മ. അത് ഞാൻ എവിടെയും പറയും. അമൃതാനന്ദമയി എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയത പറയുന്ന ഒരാളിനെ, അല്ലെങ്കിൽ കുറേയധികം അനുചര വൃന്ദമുള്ള ഒരാളിനെ, കുറേയധികം ചാരിറ്റബിൾ പ്രവൃത്തി നടത്തുന്ന ഒരാളിനെ, കുറേയധികം സ്കൂളുകൾ നടത്തുന്ന കോളേജുകൾ നടത്തുന്ന ഒരാളിനെ, UN പോയി പ്രസംഗിച്ച ഒരാളിനെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു ആദരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനകത്ത് എവിടെയാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാറുന്നത്? ഈ പറഞ്ഞ കണക്കുപോലെ ഇത് ചോദിച്ചോളൂ. അമൃതാനന്ദമയി മഠത്തിൽ ലഹരി വ്യാപാരം നടക്കുന്നുണ്ടോ? ആയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന മുൻ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വിദേശത്തു നിന്ന് വിദേശികൾ വരുന്നത് സെക്സ് ടൂറിസം നടത്താനാണ് എന്ന നിങ്ങളുടെ ഔദ്യോഗിക പത്രത്തിന്റെ ഔദ്യോഗികമായ കുറിപ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദേശാഭിമാനിയുടെ ലേഖനമാണ്, ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അത് ഓരോ ഘട്ടത്തിൽ ഇപ്പം പലതരത്തിലുള്ള ആളുകൾ അവിടെ വരും. ഇപ്പൊ ഈ പറഞ്ഞ കണക്കല്ല കുംഭമേളയിൽ കുളിക്കാൻ വരുന്നവർ വരും, കച്ചവടം നടത്താൻ വരുന്നവരും, ഈ പറഞ്ഞ കണക്കല്ല ബാങ്ക് കഴിക്കാൻ വരുന്നവർ വരും, കഞ്ചാവ് വലിക്കാൻ വരുന്നവർ വരും. അങ്ങനെ പല താല്പര്യത്തിൽ ഒരു ആത്മീയ കേന്ദ്രമാകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ആളുകൾ അവിടെ വരും. അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ അവിടെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇന്ന ആളുകൾ ഇങ്ങോട്ട് പ്രവേശനമില്ല, ഹിപ്പികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. അവിടെ നടന്നിട്ടുണ്ടായിരിക്കുന്ന സമയത്തായിരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴോ നടക്കുന്നുണ്ടോന്ന് അറിയണമെങ്കിൽ ഒന്നീ പോലീസിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നിയമസഭയിൽ ചോദ്യമായിട്ട് ഉന്നയിക്കണം. താങ്കളുടെ നേതാക്കന്മാരുണ്ടല്ലോ കോൺഗ്രസ് ആവശ്യത്തിന് അനാവശ്യത്തിന് അടിയന്തര പ്രമേയം ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന ആളുകളോട് ധൈര്യം ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നട്ടലിന്റെ സ്ഥാനത്ത് ഉരുക്ക് കോൺഗ്രസ് അങ്ങനെ ഒരു സംശയം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. ഡോക്ടർ ബി ജയരാജ് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ്, CPM തന്നെയാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചതും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അങ്ങനെ ഒരു സംശയം എടുത്തിട്ടതും. നിങ്ങൾക്കത് തെളിയിക്കാനും കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവരെ പൊതുസമൂഹത്തിൽ അധിക്ഷേപിച്ചു, എന്നിട്ടിപ്പോൾ അവരെ ആദരിക്കുന്നു. ഇതിനകത്ത് ഇത് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. ചില ആളുകളുടെ മാത്രം കുത്തകയാണെന്ന്. കോൺഗ്രസുകാർക്ക് മാത്രം എല്ലാ സ്ഥലത്തും പോവാം, BJPക്കാർക്ക് മാത്രം എല്ലാ സ്ഥലത്തും പോവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ പോകാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ആരെയും സന്ദർശിക്കാൻ പാടില്ല. 24 മണിക്കൂർ ഈ ജാതി സംഘടനകളുടെ എല്ലാം തിണ്ണനിറങ്ങി നടന്ന് നല്ല ശീലമുള്ള കൂട്ടത്തിലാണ് വസന്ത് തെങ്കുപിള്ളയുടെ പാർട്ടിയും അതിനോടൊപ്പം തന്നെ BJPയും. പക്ഷെ അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല. CPMന്റെ ഒരു പ്രവർത്തകനും അങ്ങനെ പോകാറില്ല. അവർ ഇൻവൈറ്റഡ് പ്രോഗ്രാമിന് പലരും വരാറുണ്ട്. ആ രീതിയിലുള്ള ഒരു കോർഡിയൽ റിലേഷനും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാത്രമാണ് കീപ്പ് ചെയ്യുന്നത്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്. ഡിപ്ലോമാറ്റിക് എന്നുള്ളത് ശരിയാണല്ലോ വസന്ത്. ഷാബു, ഡിപ്ലോമാറ്റിക് എന്ന് പറയുന്നത് ശരിയാണ്. അത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിപ്ലോമസി സൂക്ഷിക്കേണ്ടിയും വരും. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി എന്ന് വെച്ച് CPM നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിശ്വാസികളായി എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. ഇപ്പോൾ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോയി എന്ന് പറഞ്ഞ് അമൃതാനന്ദമയുടെ ഡിവോട്ടിയായി എന്ന് പറയുവാൻ കഴിയുകയില്ല. അതാണ് ഇവരെപ്പോഴും പറയുന്നത്. മതനിരാസം ഞങ്ങളുടെ പദ്ധതിയല്ല, ഞങ്ങളത് ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മഞ്ജുഷേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഈ ജയരാജ് ഇവിടെ നിന്ന് പറഞ്ഞു, അതായത് അമൃതാനന്ദമയി അമ്മ ഇവിടെ UN പ്രസംഗിച്ചതിന്റെ 25ാം വാർഷികത്തിലാണ് ഞങ്ങൾ ഈ പോകുന്നത്, അതിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന്. ഈ 25 കൊല്ലത്തിന് ശേഷമാണ് യുവമാർക്ക് ഈ തലയ്ക്കകത്ത് ഈ ബോധം വീഴുന്നത്. അന്ന് 25 വർഷം മുമ്പ് അമ്മ UN പ്രസംഗിച്ചപ്പോൾ ആ സമയത്ത് യുവന്മാരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ വർഗം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ കണ്ട കാലം മുഴുവൻ ഓരോ വർഷവും അതിന്റെ വാർഷികം ഉണ്ടായിരുന്നു. 10ാം വാർഷികം ഉണ്ടായിരുന്നു, 15ാം വാർഷികം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവറ്റകൾക്ക് ബോധമില്ലായിരുന്നു.
ഇതിനിടയ്ക്ക് എത്ര LDF സർക്കാരുകൾ മാറി മാറി ഞങ്ങൾക്ക് സൗകര്യമില്ലായിരുന്നു പോവാൻ. ഞങ്ങൾക്ക് സൗകര്യമില്ലായിരുന്നു ഷാബു പ്രസാദ് പോവാൻ. ഞങ്ങൾക്ക് പോകാൻ സൗകര്യമില്ലായിരുന്നു ഷാബു പ്രസാദ്. സൗകര്യമില്ലായിരുന്നേ. സൗകര്യമില്ല. ഇപ്പഴാ സൗകര്യം വന്നത്. അപ്പൊ ഞങ്ങൾ പോകും. അത്രേ ഉള്ളൂ. ഇപ്പഴേ ഞങ്ങൾക്ക് തോന്നുമ്പോ ഞങ്ങൾ പോകും. അതിനെ താങ്കളാരാ തിട്ടൂരം ഏർപ്പെടുത്താൻ? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ഞങ്ങൾ പോകും. താങ്കൾ ആരാണ്? സംഘപരിവാരം പോയി സംഘിക്കളി വേറെ സ്ഥലത്ത് കളിക്ക്. കേരളത്തിന്റെ മണ്ണിൽ വർഗീയത വളരത്തില്ല. താങ്കൾ എത്രയൊക്കെ ശ്രമിച്ചാലും കേരളത്തിന്റെ മണ്ണിൽ വർഗീയത വളരത്തില്ല. അതിന് അനുകൂലമായ മണ്ണല്ല കേരളത്തിന്റെ മണ്ണ്. അത് കേരളത്തിന്റെ മണ്ണ്. അതിന് അനുകൂലമായ മണ്ണല്ല. അമൃതാനന്ദമയി അമ്മയെ പുലഭ്യം പറഞ്ഞ് വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ 25 കൊല്ലത്തിന് ശേഷം ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും മിസ്റ്റർ. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും മിസ്റ്റർ. അതിന് കിടന്ന് തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേൾക്കേണ്ടി വരും. അത് പറയുക തന്നെ ചെയ്യും. മുഖത്ത് നോക്കി തന്നെ പറയുക ചെയ്യും. അതിനകത്ത് ഒരു സംശയം വേണ്ട. സഹിക്കുന്നില്ലേ? താങ്കൾക്ക് എന്ത് കുത്തകയായിട്ട് തന്നേക്കുന്ന സ്ഥലം വല്ലാണോ? ഇവിടെ സംഘപരിവാറിന് കുത്തകയായിട്ട് കൊടുത്തേക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ. സംഘപരിവാറിന് സംഘികൾക്കും BJPക്കാർക്കും കുത്തകയായിട്ട് കൊടുത്തേക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ അത്. അവിടെ എല്ലാ ആളുകൾക്കും പോവാം. എല്ലാ ജാതി മതസ്ഥർക്കും പോവാം. അവിടെ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ പോകുന്നത്. RSSന്റെ കുത്തകയൊന്നും അല്ലെന്ന്. നാളെ ഇവറ്റകൾ ചിലപ്പോ നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്ന് ചൊല്ലിയിട്ട് പറയും ഇതും RSSന്റെ കുത്തകയൊന്നും അല്ലെന്ന്. നാളെ ഇവര് ഭാരത് മാതാ കി ജയ് വിളിക്കും. എന്നിട്ട് പറയും ഭാരതമാതാവ് RSSന്റെ കുത്തകയല്ല എന്ന്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും വേണ്ടി വന്നു കഴിഞ്ഞാൽ. വലിയ താമസമൊന്നുമില്ല, കാണാൻ പറ്റും. അത്ര നാണമില്ല. ശരി വസന്ത് മറ്റൊരു കാര്യമുണ്ട്. ഇതിനെല്ലാം അംഗീകാരം കിട്ടുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ വെള്ളം കോരിയിട്ട് എന്തായി? ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തന്നെ നിങ്ങളുടെയും NSSന്റെയും നിലപാട് ഒന്ന് തന്നെയായിരുന്നു. NSS നിങ്ങളെ കൈയൊഴിഞ്ഞു. ആരോടൊപ്പം കൂടി? സർക്കാരിനൊപ്പം കൂടി. മാതാ അമൃതാനന്ദമയിയെ സർക്കാർ ആദരിക്കുമ്പോൾ സർക്കാർ ആ നിലപാട് മാറ്റിയതിനെ അംഗീകരിക്കുന്നു മാതാ അമൃതാനന്ദമയി മഠം. അങ്ങനെ ഓരോ പ്രശ്നത്തിലും നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ്, കളത്തിന് വെളിയിലായി പോവുകയാണ്. ആത്യന്തികമായ ലക്ഷ്യം ഹിന്ദു വോട്ടുകളുടെ സമാഹരണമാണ് ആണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. അതിലും നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. NSS ജനറൽ സെക്രട്ടറി ഒക്കെ ഇന്ന് പറയുന്നത് കേട്ടില്ലേ? നിങ്ങളെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ്. എന്റെ മഞ്ജുഷ്, ശബരിമല സമരം നടന്ന സമയത്ത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പറഞ്ഞത് ഇതാ BJP ഇതിന്റെ ഫ്രൂട്ട് ഏൺ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേയേറെ സർവേകൾ നടത്തി പത്തനംതിട്ട അടക്കം BJP ജയിക്കും എന്ന് പറഞ്ഞു. അതായത് സമരരംഗത്ത് അവരായിരുന്നു. മെയിൻ ആയിട്ടും സമര കോലാഹലങ്ങൾ നടത്തിയത് BJP ആണ് എന്ന് വരുത്തി തീർത്തു. പക്ഷേ കോൺഗ്രസ് സമരരംഗത്തും ഉണ്ടായിരുന്നു, നിയമവേദിയിലും ഉണ്ടായിരുന്നു. നിയമപരമായി അന്ന് കോടതിയിൽ പോയത് NSSും കോൺഗ്രസുമാണ്. റിസൾട്ട് വന്നപ്പോൾ എന്തായി? വിശ്വാസികൾ, ജനങ്ങൾ പത്തനംതിട്ട അടക്കമുള്ള സീറ്റുകളിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ്. പത്തനംതിട്ട അടക്കമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ 19 സീറ്റ് തന്നാണ് കോൺഗ്രസിന്റെ അന്നത്തെ നിലപാടിനെ ജനങ്ങൾ ശ്ലാഘിച്ചത്. നേതാക്കന്മാരല്ല, സമുദായ സംഘടനകളല്ല, ഇവിടുത്തെ വിശ്വാസികൾ, ജനങ്ങൾ. അത് 2026 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു കാര്യം, ശ്രീ ജയരാജിനോട് എനിക്കൊരു സഹായം വേണം. അതായത് ഈ ഹോളി ഹെൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വിദേശ വനിത വെളിയിൽ ഇറങ്ങി വന്ന്, അതായത് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്ന് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ആ പുസ്തകം ഇവിടെ സംഘപരിവാർ കത്തിച്ചു കളയുകയും അതിനുശേഷം ജോൺ ബ്രിട്ടാസ് ഇന്നത്തെ ഇവരുടെ MP അന്നത്തെ കൈരളി ചാനലിന്റെ ഹെഡ്, അദ്ദേഹം നേരിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു. ആ ഇന്റർവ്യൂവിന്റെ പ്രദർശനം DYFI എല്ലാ കോണുകളിലും വലിയ LCD പ്രൊജക്ടറുകൾ വെച്ചെന്ന് നടത്തി. അതിനോടൊപ്പം തന്നെ അന്ന് DYFI ഈ ഹോളി ഹെൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ, അതായത് മാതാ അമൃതാനന്ദമയി നടത്തുന്നത് സെക്സ് ടൂറിസം ആണെന്നും അവിടെ ഈ പറയുന്ന നാർക്കോട്ടിക് ടൂറിസമാണ് നടക്കുന്നത് എന്ന് ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകം സംഘപരിവാർ കത്തിച്ചു കളഞ്ഞപ്പോൾ DYFI ആണ് അതിന്റെ വിതരണം ഏറ്റെടുത്തത്. കേരളത്തിൽ എല്ലായിടത്തും കൊടുത്തു. ഞാനത് വായിച്ചിട്ടില്ല. ഇപ്പോഴും DYFIന്റെ വിതരണം നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജയരാജ്, വായിക്കാൻ വേണ്ടിയാണ്, എനിക്ക് അതിനോട് താതാമ്യപ്പെടാനല്ല, ഒന്ന് വായിക്കാൻ വേണ്ടി DYFIയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് എന്റെ അഡ്രസ്സിലേക്ക് ആ പുസ്തകം ഒന്ന് അയച്ചു നൽകുമല്ലോ എന്ന് ഞാൻ അങ്ങയോട് ആദരപൂർവ്വം ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ അതിന്റെ വിതരണം നിർത്തി തൽക്കാലം നിങ്ങൾ മാതാമൃതാനന്ദമയി ഒരു പുണ്യജന്മം എന്ന പുസ്തകമാണ് പറയട്ടെ, അതാണ് വിതരണം ചെയ്യുന്നത്. അത് അയച്ചാലും ഒരു കാര്യം കൂടി, ഒരു മറുപടി പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് വസന്ത്, ഒറ്റ കാര്യം മറുപടി എന്ന് പറഞ്ഞോട്ടെ. ഈ ചോദിച്ചതിന് ഒരു മറുപടി, ഓക്കെ. ഇതിനകത്ത് ഈ ഗേൾ ട്രേഡ്മെന്റിലെ പുസ്തകം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല അവിടെ സെക്സ് ടൂറിസം ആണ് നടക്കുന്നത്, നാർക്കോട്ടിക് ടൂറിസം ആണ് നടക്കുന്നതെന്ന് ഒരു സ്ഥലത്തും ജോൺ ബ്രിട്ടാസിന്റെ
ആ ഇന്റർവ്യൂ അടങ്ങിയ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൽ പറയുന്നില്ല. അതിനകത്ത് അമൃത സ്വരൂപാനന്ദയെ കുറിച്ചാണ് ഒരു പരാമർശമുള്ളത്. അമൃത സ്വരൂപാനന്ദയെ കുറിച്ച് മാത്രമാണ് അവർ എഴുതിയിട്ടുള്ളത്. അമൃതാനന്ദമയെ കുറിച്ച് ഒരു വേർഡ് പരാമർശം പോലും ആ പുസ്തകത്തിലില്ല. ഞാൻ വായിച്ച പുസ്തകമാണത്. അങ്ങ് ഐക്യമല്ലോ അല്ലേ? അത് ക്ലിയർ വിതരണക്കാരായിരുന്നു. ഇപ്പൊ അതാണോ അതോ മാതാ അമൃതാനന്ദമയി ജന്മം ഏതാണ് വിതരണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും എല്ലാ ലൈബ്രറികളിലും ഉണ്ടെന്നേ. എല്ലാ ലൈബ്രറികളിലും പുസ്തകമുണ്ട്. എല്ലാ ലൈബ്രറിയിലും ഉണ്ട്. അടുത്ത കാര്യം ശ്രീ മഞ്ജുഷ്, തീർച്ചയായും കമ്പ്യൂട്ടറിന്റെ അടക്കം കാര്യങ്ങളിൽ, ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ CPM നിലപാട് മാറ്റിയപ്പോൾ നമുക്കറിയാം ഇവർക്ക് ബൾബ് കത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ആത്യന്തികമായി എത്ര സമയം കൊണ്ടാണ് ഇവർക്ക് ബൾബ് കത്തുന്നത് എന്നതിൽ നമുക്കൊരു അടിസ്ഥാനപരമായ രേഖയോ ഒരു ബെഞ്ച് മാർക്കോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തൊട്ട് അതുണ്ട്. കൃത്യം 25ാമത്തെ വർഷം ഇവർക്ക് ബൾബ് കത്തും. 25ാമത്തെ വർഷം ഇവർക്ക് വെളിപാടുണ്ടാകും. 25ാമത്തെ വർഷം ഇവരെടുത്ത നിലപാട് മാറ്റും. അത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലാവട്ടെ, അത് മെട്രോയുടെ കാര്യത്തിലാവട്ടെ, മാതാ അമൃതാനന്ദമയുടെ കാര്യത്തിലാവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യം 25ാമത്തെ വർഷം തലയ്ക്ക് മുകളിൽ ആപ്പിളിന് പകരം തേങ്ങ വീണ് ഇവർക്ക് മൂളിയുണ്ടായി, ഇവർക്ക് വിവരമുണ്ടായി, ജ്ഞാനോദയമുണ്ടായി, ഇവർ നിലപാട് മാറ്റും എന്ന് ഇനി വരുംകാല നിലപാടുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിലപാട് മാറുന്നത് നല്ലതല്ലേ? നിലപാട് മാറ്റം വരുത്തുന്നത് നല്ലതല്ലേ? അതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന്. അതെ, മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞത് ഗോവിന്ദൻ അല്ല, അത് മാർക്സ് ആണ് പറഞ്ഞത്. അല്ല, ഗോവിന്ദ മാഷ് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം താത്വികാചാര്യനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഈ അടുത്തും എടുത്തു പറയുന്നുണ്ട്. അതെ അതെ മഞ്ജുഷ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നാളെ ഇവര് ഭഗവത്ഗീത ഉയർത്തി നമസ്തേ സദാവത്സലേ മാതൃഭൂമിയും ചിലപ്പോ പാടിയെന്ന് വരും. മാറ്റത്തിന് മാത്രമാണല്ലോ. അല്ല ഷാഹു പ്രസാദ്, അത് ഇവര് രഹസ്യമായി പണ്ട് അദ്വാനിക്കൊപ്പം മത്സരിച്ച കാലം തൊട്ടേ പാടുന്നതാണ്. പരസ്യമായി പാടുന്നതെന്നാണ് എനിക്കറിയില്ല. നല്ല പണ്ട് തൊട്ടേ പാടുന്നതാണ് ശ്രീ ഷാഹു പ്രസാദ്. അതുകൊണ്ട് അത് പുതിയ കാര്യമൊന്നുമില്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടെ ഒരു മിനിറ്റ്. ഷാബു പ്രസാദ് രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഷാബു പ്രസാദ് രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ഈ ഭഗവത്ഗീത എടുക്കുന്നതും പിന്നെ വേറെ എന്താണ്ട് പ്രതിജ്ഞ ചൊല്ലുന്നതും എന്തോ മാതൃഭൂമി പ്രതിജ്ഞ എങ്ങാണ്ട് ചൊല്ലുകയും ചെയ്യുമെന്നാണല്ലോ താങ്കളുടെ അവകാശവാദം. ഒരു കാര്യം മനസ്സിലാക്കിയോ, BJP-ക്കാർ ഹിറ്റ്ലറിന്റെ കണക്കുള്ള ഇവിടെ സ്വേച്ഛാധിപത്യം പ്രഖ്യാപിച്ച് നമ്മളെല്ലാം ഗ്യാസ് ചേമ്പറിലോട്ട് അയച്ചാൽ പോലും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരാളും താങ്കളുടെ ഈ ഫാസിസ്റ്റ് മതവർഗീയ ആശയത്തോട് യോജിച്ചു പോകാൻ പോകുന്നില്ല. അങ്ങനെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ കേട്ടോ. അതിന് ചിലപ്പോ താങ്കൾക്ക് ഒരു 7 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഒരു 117 കോൺഗ്രസ് MP-മാരെയും 244 MLA-മാരെയും ചിലപ്പോ കിട്ടുമായിരിക്കും. 244 MLA-മാരെയും കോൺഗ്രസ് ഈ ബൾബ് കത്തുന്നതിനേക്കാളും വളരെ പെട്ടെന്ന്, ട്യൂബ് ലൈറ്റ് കത്തുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് പ്രകാശിക്കുന്ന ബൾബുള്ള കോൺഗ്രസ്സുകാരുണ്ടല്ലോ. ആ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ കിട്ടിയേക്കും. അങ്ങനെ ഒരു 6-7 മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും 117 MP-മാരെയും 244 MLA-മാരെയും ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് ബൾബ് കത്തുന്ന, സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെ കത്തിച്ചങ്ങ് കൊണ്ടുപോകാൻ ചിലപ്പോൾ പാടുമായിരിക്കും. അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര വഴി കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷേ CPM-കാരനെയോ ഇടതുപക്ഷക്കാരനെയോ അതിന് കിട്ടുമെന്ന് താങ്കൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട ഷാബു പ്രസാദ്. ഈ ജനസ് വേറെയാണ്. ഈ ജനസ് വേറെയാണ്. താങ്കളിന് എത്ര പുലഭ്യം പറഞ്ഞാലും എത്രയൊക്കെ ഇറിറ്റേറ്റഡ് ആയാലും ഇവിടുന്ന് ഒരാളിനെ പോലും കിട്ടാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല കേട്ടോ ഷാബു അങ്ങനെ ലഘൂകരിച്ച് കാണേണ്ട. അങ്ങനെ ലഘൂകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യേണ്ട ശ്രീ ഷാബു പ്രസാദ്. വാസ്തവം താങ്കൾക്കറിയാം എന്തിനു വേണ്ടിയാണ് ഈ പുറപ്പാട് എന്നുള്ള വാസ്തവം താങ്കൾക്കറിയാം. ഇത് 2026 ലക്ഷ്യമിട്ട് 3ാം ഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണെന്നറിയാം. അതിന് അംഗീകാരം കിട്ടുന്നുണ്ടെന്നും താങ്കൾക്കറിയാം. അതുകൊണ്ടാണല്ലോ NSS-ഉം SNDP-യും ഒക്കെ സർക്കാരിനൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ദൗർബല്യമൊക്കെ അവിടെയുണ്ട്. അതുതന്നെയാണ് അതിലേക്കുള്ള പോക്കിൽ ഇപ്പോൾ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, കാര്യങ്ങൾ ഉദ്ദേശ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് ഈ അമൃതാനന്ദമയി എപ്പിസോഡിന് പിന്നിലും. അപ്പൊ അതേ മഞ്ജുഷ, ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇവരുടെ ഈ ഇമാതിരി തന്ത്രങ്ങളില്, ഇതുപോലെ വൃത്തികെട്ട തന്ത്രങ്ങളില് ഈ കേരളം ജനത വീഴുന്നുണ്ട്. എനിക്കറിയാം. അതിനെ പ്രതിരോധിക്കാൻ, വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ഒരു യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒരു പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുന്നതിൽ ഈ കോൺഗ്രസ്, എന്റെ വസന്തന്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇവരുടെ ഈ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണ്.
അതൊരു സത്യം തന്നെയാണ്. ഈ നാട്ടിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ നാശങ്ങൾ മുടിഞ്ഞു പണ്ടാരമടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ ആ അവസ്ഥ, ആ വികാരം വേണ്ട രീതിയിൽ മുതലെടുക്കാൻ, അത് വേണ്ട രീതിയിൽ ചെയ്യാൻ കോൺഗ്രസിനും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളം ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ്. ഒരിക്കലും പറയും, ഞാനത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിന് 2 കാരണമുണ്ട് മഞ്ജുഷേ, 2 കാരണമുണ്ട്. ഒന്ന്, ഇവന്മാര് തുടർഭരണം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം മുടിഞ്ഞു പണ്ടാരമടങ്ങിയിട്ടുണ്ട്. പൊടി പോലും ഇല്ലാതെ ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങ് വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ കൊച്ചു ത്രിപുര വരെ ബാക്കി ഉണ്ടായിട്ടില്ല. നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയിൽ. ഇനി അതൊന്ന്. ഇനി ഈ പറഞ്ഞതുപോലെ കാണുന്നിടത്ത് വെച്ച് നാട്ടുകാർ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ എത്താറുണ്ട്. അതിന് ഈ കേരളത്തിൽ ഒരു പിണറായി സർക്കാരിന്റെയും കൂടെ വരേണ്ടതുണ്ട്. അതായത് കേരള ജനത ഇത്തിരി കൂടി ഒന്ന് അനുഭവിക്കാനുണ്ട് ഈ പടുജന്മങ്ങളെ കൊണ്ട്. ഇല്ല, ഇതൊരു തീക്കളിയാണ്. അല്ലല്ല ഷാബു, ഇതൊരു തീക്കളിയാണ്. ആ തീക്കളിക്ക് RSSും BJPയും കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ്. കാരണം BJPയും RSSും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. 2026-ൽ LDF സർക്കാർ തുടർന്നോട്ടെ എന്നുള്ളതാണ്, കോൺഗ്രസിന്റെ നാശം കാണുന്നതിന് വേണ്ടി. അതൊരു തീക്കളിയായി മാറും കേട്ടോ ശ്രീ ഷാബു പ്രസാദ്. അല്ല, ഇപ്പോഴത്തെ പല കാര്യങ്ങളിലും, ഇപ്പോഴത്തെ ഈ ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി CPM നടത്തുന്ന വികലമായ ഈ കാര്യങ്ങൾ, അവസരവാദം എന്ന് പറയാവുന്ന ഈ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു RSS BJP ടച്ച് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടായി വരികയാണ്. നടന്നോട്ടെ എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് BJPയും RSSും. അഭിലാഷേ, മഞ്ജുഷേ, ഇത്രയും കാലം ഇവിടെ BJPക്കും RSSനും അനുകൂലമായ ഒരു സർക്കാരാണോ ഉണ്ടായിരുന്നത്? ഏതെങ്കിലും കാലത്ത് കേരളത്തില് ഉണ്ടായിരുന്നു? ഇവിടെ CPM ഭരിച്ചാലും ശരി, കോൺഗ്രസ് ഭരിച്ചാലും ശരി, സംഘപരിവാർ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും, വളർന്നുകൊണ്ടേയിരിക്കും. ഈ കൂട്ടർ ആര് ഭരിച്ചാലും ശരി. ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത് എന്റെ പേഴ്സണലായിട്ടുള്ള, താങ്കളുടെ പേഴ്സണലായിട്ടുള്ള, ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഉള്ളത് ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് RSSനും BJPക്കും ഉള്ളത്. അത് താങ്കൾ പറഞ്ഞ ഈ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലേ, താങ്കൾ പറഞ്ഞത് പണ്ടാരമടങ്ങി പോകട്ടെ എന്ന് ആ രീതിയിൽ തന്നെയാണ്. കാരണം 2031 ആകുമ്പോഴേക്കും BJPക്ക് കോൺഗ്രസിനെ മറികടന്ന്, കാരണം അവിടെ UDFൽ ചില മാറ്റങ്ങൾ അവർ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരും. 2031 ആകുമ്പോഴേക്കും പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് വരാം. അതിനുശേഷം ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ അധികാരത്തിലേക്ക് വരുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാം. ഇത് BJPയുടെ ഒരു ദീർഘകാലത്തെ പദ്ധതിയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന ഈ ഹിന്ദു വോട്ടുകളുടെ സമാഹരണത്തിന് വേണ്ടി നടക്കുന്ന ഈ CPMന്റെയും LDFന്റെയും ഒക്കെ ഈ പോക്കുണ്ടല്ലോ, അതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ചില മൗനാനുവാദങ്ങൾ, ചില സപ്പോർട്ടുകൾ, ചില പ്രോത്സാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ CPM എവിടൊക്കെ പോകണം, ആരെടൊക്കെ പോകണം എന്നൊക്കെ ഇതാക്കാൻ RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ സംഘപരിവാറിന്റെയോ മൗനാനുവാദം വല്ലതും വേണോ? ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയാണ് അവർ. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് അവർ. അവർക്ക് തോന്നിയത് അവർ ചെയ്യട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം BJPയെ സംബന്ധിച്ചോളം രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് ഷോർട്ട് ടേം എയിംസ് ഉണ്ടാകും, അത് ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അവർക്ക് അവരുടെ പദ്ധതിയിലുണ്ടാകും, പലതും ഉണ്ടാകും. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാൻ ആളല്ല. ഞാൻ എനിക്കതിൻ്റെ അകത്ത് അറിയാനായിട്ട് താല്പര്യവുമില്ല. ഞാൻ പറഞ്ഞത് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ വികാരമാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ മാത്രം വികാരമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ വികാരം പങ്കുവെക്കുന്നവർ പലരും ഉണ്ടാകും, പലരും പങ്കുവെക്കുന്നുണ്ട്. അതിപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞും വ്യാഖ്യാനിച്ചും വിലയിരുത്തിയും ഒക്കെ ജനങ്ങളിലേക്കും ഒരു പരിധി വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വസന്ത്, അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായും അതിൻ്റെ അകത്തൊരു ഒരു വളരെ ദീർഘവീക്ഷണം ആവശ്യമുള്ള വിഷയമാണ്. ഒന്ന്, കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെന്റ് വന്നതിൽ 61 സീറ്റുകളിൽ BJPയുടെ സഹായമുണ്ട് എന്ന് കൃത്യമായ ബോധ്യവും അനുഭവവും പഠനവും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ആധികാരികമായി എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയെ CPM സഹായിക്കും. എന്നാൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം CPMനെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP സഹായിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ധാരണ. കാരണം കഴിഞ്ഞ തവണ
ഇവർ 61 സീറ്റിൽ സഹായിച്ചപ്പോൾ മറിച്ച് സഹായിക്കാമെന്ന് ഏറ്റിരുന്ന സീറ്റുകളിൽ CPM സഹായിച്ചില്ല, അവർ പാലം വലിച്ചു. അതുകൊണ്ട് ഈ തവണ ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചില മുനിസിപ്പാലിറ്റികളിൽ അടക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ വളരെ കൃത്യതയോടുകൂടി പത്രസമ്മേളനം വിളിച്ചു തന്നെ പറയും. ചില മുനിസിപ്പാലിറ്റികളിൽ അടക്കം BJPയെ സഹായിക്കാൻ CPM ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അത് ഉറപ്പുവരുത്തിയ ശേഷം BJPയും സംഘപരിവാരവും CPMനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ പറയുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും കേരളത്തിലെ പൊതുമനസാക്ഷി, കേരളത്തിന്റെ പൊതുജനത, അതിൻ്റെ അകത്ത് ഹൈന്ദവരുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഇവരെല്ലാം നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഇന്ന് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവരുമായി സംവദിക്കുന്നത്. ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ജനകീയ രോക്ഷം ഈ സർക്കാരിനെതിരായിട്ട് വരും. അതിന് BJPയുടെ സപ്പോർട്ട് കൊണ്ടോ BJPയുടെ മാസ്കിംഗ് കൊണ്ടോ തടുത്തു നിർത്താൻ സാധിക്കില്ല എന്ന് പിണറായി വിജയന് മനസ്സിലാകാൻ പോകുന്നത് 2026 വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുമായിരിക്കും എന്നതിൽ സംശയം വേണം. ശരി, ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഈ നേരത്തെ നിങ്ങൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ മൃദു ഹിന്ദുത്വം പ്രയോഗിക്കുന്നുവെന്ന്. അതായത് BJPയുടെയും RSSന്റെയും തീവ്ര ഹിന്ദുത്വയെ നേരിടുന്നതിന് വേണ്ടി മൃദു ഹിന്ദുത്വം പരീക്ഷിക്കുന്നു, അത് ശരിയല്ല എന്ന് പറയാറുള്ളതാണ്. പിന്നെ വടക്കേ ഇന്ത്യയിൽ ഒരു നിലപാട്, കേരളത്തിൽ വേറൊരു നിലപാട്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കാറുള്ളതാണ്. നിങ്ങൾ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? ഇപ്പോൾ കാണിക്കുന്നത് മൃദു ഹിന്ദുത്വം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ശബരിമലയുടെ വിഷയമാണെങ്കിൽ ശബരിമലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ച് എല്ലാ തരത്തിലുള്ള ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച ചെയ്ത് അതിനകത്ത് 3 സ്ഥലങ്ങളിൽ 3 പ്രത്യേക സെമിനാറുകളായിട്ട് നടത്തി നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളുമായിട്ട് തീരുമാനം എടുത്തതല്ലേ? അതിനകത്ത് എന്താണ് പ്രശ്നം? അതുപോലെ തന്നെ ഇന്നിപ്പോ കാണാനായിട്ട് പോയത് ഇത് രണ്ട് പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് വളരെ നമ്മൾ അതിനെ ലഘുവായിട്ട് കാണുന്നത് തുല്യമാണ്. ഈ വസന്ത് പറഞ്ഞത് കണക്കോലെ അങ്ങനെ നേരത്തെ ഈ കണക്കോലെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടത് ആരൊക്കെയാണ്? ഈ മഴവിൽ മുന്നണി ഉണ്ടാക്കിയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും BJPയുടെയും വോട്ടുകൾ വാങ്ങിയും ജയിച്ചിട്ടുള്ളത് ഇവിടെ കോൺഗ്രസ് അല്ലേ? ലീബീസ് ഒക്കെ ആളുകളൊക്കെ മറന്നുപോയോ? നമ്മളെല്ലാം ചരിത്രം പഠിച്ചിട്ടുള്ളവരാണല്ലോ. വലിയ ചരിത്രത്തിലോട്ടൊന്നും പോകണ്ട. വളരെ നമ്മൾ കുറച്ച് കോലീബീസ് ഒക്കെ ഉണ്ടാക്കിയത് അഡ്വക്കേറ്റ് രത്നസിംഗിനെ നിർത്തി മത്സരിപ്പിച്ചതും അതുപോലെ പല സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചതും പല സംസ്ഥാനങ്ങളിൽ ശ്രമിച്ച് പരാജയപ്പെട്ടതൊക്കെ കോലീബീസ് ഒക്കെ മര്യാദായതുകൊണ്ടല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഓരോ തവണയും അക്കൗണ്ട് തുടങ്ങുന്ന അത് പൂട്ടിക്കൊടുക്കുന്ന BJP അക്കൗണ്ട് ജനസംഘത്തിന്റെ കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കുറെ നേരം ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ജനസംഖ്യകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അതിനകത്ത് BJP RSS എന്നുള്ളവരുണ്ടായിരുന്നു, ജനതാ പാർട്ടിയിൽ അതൊക്കെ വിട്ടേക്കും. ഇനി വരുന്ന 2026 വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതല്ല. 2024 അനുകൂലമായ സാഹചര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തനങ്ങൾ നടത്തി, ഇവിടെ വികസനം നടത്തി, അഴിമതിയില്ലാത്ത ഭരണം നടത്തി, വളരെ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കൃത്യമായ ഒരു അഴിമതി ആരോപണം പോലെ തെളിയിക്കാനോ ആരോപണത്തിന് പ്രൂഫ് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ വേണ്ടിവരുമായിരുന്നില്ല ഡോക്ടർ ബി ജയരാജ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് അത്രത്തിൽ കൃത്യമായ ഒരു ആത്മവിശ്വാസം ഭരണ നേട്ടത്തിലൂടെ അധികാരത്തിൽ തുടരാമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സാമുദായിക സംഘടനകളുടെ തിണ്ണതിരങ്ങാൻ പോകുമായിരുന്നില്ല. അതല്ല ഇപ്പോൾ കാണുന്നത്. എങ്ങനെയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ആര് തിണ്ണതിരങ്ങാൻ പോയിട്ടില്ല. എങ്ങനെയും അധികാരം നിലനിർത്താൻ വേണ്ടി സാമുദായിക സംഘടനയിലെ ആളുകൾ ഇങ്ങോട്ട് വന്ന് കണ്ടതല്ലാതെ ആരെയും അങ്ങോട്ടൊന്നും പോയി കണ്ടിട്ടില്ല. ഒരു സമുദായ സംഘടനയുടെ നേതാവിനെയും അങ്ങോട്ട് കോൺഗ്രസുകാരും BJPക്കാരും തിണ്ണ നിരങ്ങുന്നത് പോലെ, നിങ്ങൾ പറഞ്ഞ ഭാഷ കറക്റ്റ് ആണെങ്കിൽ തിണ്ണ നിരങ്ങുന്നത് പോലെ എന്റെ ചെവിയിൽ വന്ന് ഉറപ്പ് നൽകി എന്ന് പറഞ്ഞത് ആരാണ്? NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ് പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ ആചാരലംഘനം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ അറിവോടെ മന്ത്രി VN വാസവൻ വന്നു പറഞ്ഞു എന്ന് വ്യക്തമാക്കിയത് ആരാണ്? G. സുകുമാരൻ നായരാണ്. അതാണ് NSSന് കിട്ടിയിരിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന് വിശദീകരിച്ചതും കിടന്നപ്പോൾ പിണറായി വിജയൻ സന്ദർശിച്ചില്ലേ? അത് അങ്ങനെയൊക്കെയുള്ള ഫോൺ വിളികളും സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടാവുന്നല്ലാതെ ഈ പറഞ്ഞത് കണക്കോലെ 24 മണിക്കൂറും അവിടെ കയറി ഇറങ്ങി തിണ്ണനിറങ്ങി നടക്കുന്നത് കോൺഗ്രസുകാരും BJPക്കാരും തന്നെയാണ്. അത് പെരുന്നയിലാണെങ്കിലും ശരി, കണിച്ചുകുളങ്ങരയിലാണെങ്കിലും ശരി, മറ്റ് ജാതിമത സംഘടന അതിനാണ് തിണ്ണനിറങ്ങുന്നതെന്ന് പറയുന്നത്. അവിടെ 24 മണിക്കൂറും
കയറി ഇറങ്ങി നടക്കുന്നതിനും അവിടെ പുഷ്പാർച്ച നടത്താൻ പോകുന്നതിനും ഒക്കെയാണ് അത് അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു വിവക്ഷ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എല്ലാ സാമുദായിക സംഘടനകൾക്കും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഇടതുപക്ഷത്തിനുണ്ട്. അതൊരു ഡിപ്ലോമസിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നത് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് ഇപ്പോൾ. അല്ല, ഫോൺ വിളി ബന്ധങ്ങൾ പോലും വളരെ സാമുദായിക സംഘടനാ നേതാക്കളുമായിട്ട് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുവാനായിട്ട് പിണറായി സർക്കാരിന് കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട്. അവിടെ ഞാൻ വസന്ത് തെങ്ങുംപള്ളിയുടെ പാർട്ടിയിലെ നേതാക്കളെ കുറിച്ച് പറയാം. നിങ്ങൾ ഈ ഹിന്ദു സമുദായ സംഘടനകളുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ഒക്കെ വോട്ടുകൾ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അതൊക്കെ സംഭവിച്ചപ്പോൾ നിങ്ങളെ സംശയത്തോടു കൂടി മാത്രമേ NSS പോലെയുള്ള സംഘടനകൾ വീക്ഷിക്കുകയുള്ളൂ. അതും ഒരു കാരണമാണ്. അവരുടെ വിശ്വാസം നേടിയെടുക്കുവാനും ചില കാരണങ്ങൾ വേണമല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര കുലുക്കം എന്ന് ചോദിച്ചത് പിണറായി വിജയനാണ്. മദറിയുടെ കൂടെ വേദി പങ്കിട്ടതും ഇതേ പിണറായി വിജയനാണ്. അത് കാലത്തിനനുസരിച്ച് ഏത് സൈഡിലേക്ക് ചായണമോ ആ സൈഡിലേക്ക് ചായാൻ ഇവർക്കറിയാം. അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വെൽഫെയർ പാർട്ടിയെയും SDP-യെയും പുണർന്നത് നിങ്ങൾ തന്നെയാണ്. നിലവിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുമ്പുണ്ടായിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ തേടിയിട്ടുണ്ട് CPM. പക്ഷെ അങ്ങനെ ഒരു കാലാവസ്ഥ കൂടി വന്നപ്പോൾ ഞങ്ങൾ എന്തിനു നിങ്ങളെ വിശ്വസിക്കണമെന്ന് NSSന് തോന്നിയാൽ എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? അല്ലല്ലോ, NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ് മീറ്റ് വളരെ കൃത്യമായി ഞാൻ വായിച്ചതാണ്, അതും വായിച്ചിട്ടുണ്ടാവും. നോക്കൂ, അദ്ദേഹം പറയുന്നത് ആ ചോദ്യത്തിന് ഉത്തരം എന്ന കണക്കിനാണ്. ഇതാ നോക്കൂ, കോൺഗ്രസിന് അതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അവരവിടെ. അതാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങളും കൂടിയാണ്. കോൺഗ്രസിന് ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണ്ട, ഭൂരിപക്ഷത്തിന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജനങ്ങളുടെ വോട്ടാണ് ആവശ്യം. ഞങ്ങൾ വളരെ കൃത്യമായി മതേതര മനസാക്ഷിയോട് സംവദിക്കുന്നുണ്ട്. അത് കൃത്യമായി ഇവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. അത് ജനം മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ പറഞ്ഞു ഇതാ BJP വരാൻ പോകുന്നത്. പക്ഷേ ജനം ചിന്തിച്ചത് ആ കാര്യങ്ങളിലൊക്കെ കൃത്യതയുള്ള നിലപാടെടുത്തവർക്കൊപ്പമാണ്. ആ കൃത്യതയുള്ള നിലപാടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്നത്. സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് എല്ലാവർക്കും എതിരെയുള്ള അയ്യപ്പ സമരവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയവർക്ക് എതിരെയുള്ള കേസ് പിൻവലിച്ചിട്ടായിരുന്നു ഞങ്ങളെ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പങ്കെടുത്താനേ. കേസ് പിൻവലിച്ചിട്ടായിരുന്നെങ്കിൽ, സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ നൽകിയിട്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ പങ്കെടുത്താനേ. ഇന്ന് സജി ചെറിയാൻ ഏത് കാര്യത്തിനാണ് പ്രതിപക്ഷം സഹകരിച്ചിട്ടുള്ളത്? ഏത് കാര്യത്തിനാ സഹകരിക്കാൻ കൊള്ളാത്ത കാര്യത്തിന് നിങ്ങൾ മുമ്പിട്ടിറങ്ങിയിട്ടുള്ളത്? ഏത് സഹകരിക്കാൻ കൊള്ളാത്ത കാര്യത്തിലാണ് നിങ്ങൾ മുമ്പിട്ടിറങ്ങിയിട്ടുള്ളത്? 8 കാലം ഒരു കാര്യത്തിനും സഹകരിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും അതിനെതിരെ നിൽക്കുകയല്ലാതെ ഇത്ര ഡിസ്ട്രക്റ്റീവ് ആയിട്ടൊരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഇതുപോലെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? ജയരാജ്, ഞങ്ങളൊന്നും ആമാശയത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ഞങ്ങളൊക്കെ ആശയത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. ഒറ്റയ്ക്ക് നടന്ന് മരിച്ചുപോയാൽ, കൊല്ലപ്പെട്ടാൽ, ഒറ്റയ്ക്ക് നടന്ന് തീർന്നു പോയാൽ, ഏറ്റവും വലിയ തമാശ കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ തമാശ കോൺഗ്രസുകാർ തിണ്ണ നിരങ്ങുന്നവർ തന്നെയാണ്. അല്ലല്ല, സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങുവാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് കോൺഗ്രസ്. അങ്ങനെ വീമ്പ് പറയണ്ട ശ്രീ വസന്ത്. നോ മഞ്ജുഷ, അത് അങ്ങ് കറക്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സതീഷിനെ വേണമെങ്കിൽ ഞാനതിൽ കൂട്ടാം. അല്ലല്ല, സതീഷിനെ വേണമെങ്കിൽ ഞാനതിൽ കൂട്ടാം. സതീശൻ കൃത്യമായിട്ട് നിലപാടെടുത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ NSSുമായിട്ടൊന്നും NSSന്റെ നിലപാടനുസരിച്ച് രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തേണ്ട എന്ന് സതീശൻ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒറ്റപ്പെടാനാണ് സാധ്യത. മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാമുദായിക നേതാക്കന്മാരെ കാണാറുണ്ട്, അവരുമായി സംവദിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്, പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉള്ളത്. ഇത് ബഹുജനങ്ങളുടെ പാർട്ടിയാണ്. പക്ഷെ ഞങ്ങൾ തുടക്കം തൊട്ടേ എടുത്തു വന്ന നിലപാട് അതാണ്. അതായത് മിനിഞ്ഞാന്ന് വരെ ഞങ്ങളെല്ലാം സമുദായ നേതാക്കന്മാർക്കെതിരാണ്, 4 വോട്ടിന് വേണ്ടി മത നേതാക്കന്മാർ തിണ്ണനിറങ്ങില്ല എന്ന് പ്രസംഗിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം രാത്രി സ്വപ്നം കണ്ടു, അതുകൊണ്ട് നാളെ തൊട്ട് സമുദായ നേതാക്കന്മാരെല്ലാം വിശുദ്ധന്മാരാണ്, അവരെ അങ്ങ് ആദരിച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരെ അസഭ്യം പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം വീണ്ടും പോയി അവരുടെ കാല് പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് ഇവർ കാണിക്കുന്ന വർഗീയ ഡിപ്ലോമസി, ആ ഡിപ്ലോമസിയെ ജനം പുച്ഛിച്ചു തള്ളും. അതിനകത്ത് നായരും കാണും, SNDPയും കാണും, ക്രിസ്ത്യാനിയും കാണും, മുസ്ലിമും കാണും, എല്ലാവരും കാണും. അത് 2026 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ആധികാരികതയോട് വെരി കോൺഫിഡന്റ് ഞങ്ങൾ പറഞ്ഞു 100 സീറ്റുകളിൽ UDF
ശരി, ഇതിനെല്ലാം നന്ദി ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ ബി ജയരാജ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മാതാ അമൃതാനന്ദമയിയെ ആദരിച്ച് സർക്കാർ അവസരവാദമോ? അതേ എന്ന് 91% പ്രേക്ഷകരും, അല്ല എന്ന് 7%. ഫ്രൈഡേ വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.